ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മഹാരാഷ്ട്രയിൽ ഓഗസ്റ്റ് 21-ന് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ അധ്യക്ഷൻ രാജ് താക്കറെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. വിപ്ലവം എന്ന് പറയുമ്പോൾ പൊതുജനം മുന്നോട്ട് വെക്കുന്ന ആരോപണത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് EVM-നെ ബഹിഷ്കരിക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാറാലി മഹാരാഷ്ട്രയിൽ സംഘടിപ്പിക്കുന്നു. നല്ല ഒരു തീരുമാനമാണ്. പ്രതിപക്ഷ പാർട്ടികളിൽ പലരും നിശ്ചലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ MNSന്റെ അധ്യക്ഷൻ ഇങ്ങനെയൊരു റാലി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നത് എന്തായാലും ആർജവമുള്ള ഒരു സ്വരമായി തന്നെ കാണുന്നു. ഒപ്പം മമതാ ബാനർജിയെ കൂടി ആ റാലിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. മമതാ ബാനർജി ഇത് നിരസിച്ചെന്നും വരാമെന്ന് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും കടന്നു വരുന്നു. നിരസിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ പോലും രാജ് താക്കറെ കൊൽക്കത്തയിൽ പോയി മമതാ ബാനർജിയോട് ഈ റാലിയെക്കുറിച്ച് സംസാരിക്കുകയും ഈ റാലിയിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഓഗസ്റ്റ് 21-ന് ഉദ്ധവ് താക്കറെയുടെ സഹോദരനും കൂടിയായിട്ടുള്ള രാജ് താക്കറെ നടത്തുന്ന EVM മിഷനെതിരെയുള്ള ഈ മഹാറാലി മമതാ ബാനർജിയും കൂടി ചേർന്നാൽ വലിയ വിജയമായി തീരും. ഒപ്പം പ്രതിപക്ഷത്ത് നിന്നുള്ള മറ്റുള്ള നേതാക്കന്മാരും പങ്കെടുക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം മഹാരാഷ്ട്രയിൽ കോൺഗ്രസുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ MNS തയ്യാറായി എന്നുള്ള വാർത്തകളും ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് NCPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ആ റാലിയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നു. അത് മാത്രമല്ല, ഇന്ന് ദ ക്വിൻഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വളരെ വ്യക്തമായി, രാജ്യത്തെ വോട്ടിംഗ് മെഷീനുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ കമ്പനികളിൽ നിന്നുള്ള എഞ്ചിനീയർമാരെ ECIL-ഉം BEL-ഉം അതായത് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡും ഭാരതീയ ഇലക്ട്രോണിക് ലിമിറ്റഡും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവരെ സ്വകാര്യ എഞ്ചിനീയർമാരെ ഉപയോഗിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ട് ദ ക്വിൻഡ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയും നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രതിപക്ഷ നിരയിൽ നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ട സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, MNSന്റെ അധ്യക്ഷൻ രാജ് താക്കറെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് മോദിക്കെതിരെയുള്ള റാലിയല്ല. ഇനി മോദിക്കെതിരെയുള്ള റാലിയാണെന്ന് കരുതുന്നുണ്ടെങ്കിലും തനിക്കൊരു പ്രശ്നവുമില്ല എന്നാണ് രാജ് താക്കറെ പറയുന്നത്. അതായത് EVM മിഷനിൽ എന്തോ അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലുമല്ല, 370 മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളും ചില വിവരങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ എല്ലാ മണ്ഡലങ്ങളുടെയും കഥ പറയുന്നില്ല. എന്നാൽ ചിലയിടങ്ങളിൽ ഇത്തരം സ്വകാര്യ എഞ്ചിനീയർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ അട്ടിമറിക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണത്തിന് കഴമ്പുണ്ട് എന്നുള്ളത് ദ ക്വിൻഡിന്റെ ഇന്നത്തെ റിപ്പോർട്ടിനെയൊക്കെ മുന്നിൽ നിർത്തി നമുക്ക് പറയാൻ സാധിക്കുമ്പോൾ ഇങ്ങനെ രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയും EVM-നെ ബഹിഷ്കരിക്കുകയുമാണ് ഏക പ്രതിവിധി. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.